നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായതാണ്. ശക്തമായ ഇടിവെട്ടിൽ മുളച്ചതാണ് ഇന്നലെ രാത്രി. ഇത് നമുക്കിന്ന് റോസ്റ്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അധികം കനം കുറയ്ക്കാതെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അധികം കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതിനെ നൈസായിട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. നമ്മുടെ കൂണിനുള്ള ഒരു മസാലക്കൂട്ടാണ്. കുറച്ച് സബോള, വെളുത്തുള്ളി, കുറച്ച് നാടൻ പച്ചമുളക് കേട്ടോ. നമുക്കത് അല്പം വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലക്കൂട്ട് നമുക്ക് ചേർക്കാം. നമ്മുടെ കൂണ് റോസ്റ്റ് ചെയ്യാനുള്ള മസാലക്കൂട്ടാണ്. ഇതല്പം ഗരം മസാല, പിന്നെ നമ്മൾക്കൊരു അല്പം ഒരു കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത്, ഇതല്പം മഞ്ഞൾപ്പൊടി. ഓക്കെ, നമ്മുടെ മസാലക്കൂട്ട് നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കൂണ് ഇതിനകത്ത് ചേർത്ത് റോസ്റ്റ് ചെയ്യാം. വെള്ളം ചേർക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മസാലക്കൂട്ട് കൂണിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാതെ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നമുക്ക് തീ കുറച്ച് വെച്ച് നമുക്ക് ഒന്ന് പാകം ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഇതിനകത്ത് തിങ്ങി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു അല്പനേരം ഒരു 5 മിനിറ്റ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാതെ നമുക്കിത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂണ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അധികം അടച്ചൊന്നും വെക്കാതെയാണ് നമ്മളത് വേവിച്ചെടുത്തിരിക്കുന്നത്. ടേസ്റ്റിയാണ്. ഇതൊന്ന് റെഡി ആകാനുണ്ട്, ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട്. എണ്ണയൊക്കെ നമ്മൾ അല്പം ഉപയോഗിക്കാവൂ. ആവശ്യമെങ്കിൽ നമ്മൾക്ക് ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് നോക്കാം, റെഡിയാക്കി എടുക്കാം. നമ്മുടെ കൂണ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്പും കുരുമുളകും പെരിഞ്ചീരകത്തും ഗരം മസാല എല്ലാം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൂണ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വാവട്ടമുള്ളതും വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികമായിട്ട് തെളിഞ്ഞ് മുകളിലേക്ക് വരില്ല. തിങ്ങിയ പാത്രത്തിൽ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് പൊന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കിണറിൽ ഉറവ വരണോട്ട്. അപ്പോൾ നമുക്കൊരു ഭയങ്കര നമുക്കൊരു മനസ്സിനൊരു മടുപ്പായിരിക്കും. ഒരു വാവട്ടുള്ള പാത്രത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്ക് റോസ്റ്റായിട്ട് വരും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൂണിൻ്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു.